വന്ദനം. വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസത്തിനെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല നാം ഈ കാഷായ വസ്ത്രത്തിലേക്ക് അന്തർധാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാഷായ വസ്ത്രം ധരിക്കുന്നതിലൂടെ നിങ്ങളെ ആർക്ക് വേണമെങ്കിലും വഞ്ചിക്കാമെന്നും നിങ്ങളുടെ ആകുലതകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ പണമുണ്ടാക്കാമെന്നും കാശ് കൊടുത്താൽ പല സെലിബ്രിറ്റീസും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ സാധ്യതയുണ്ടെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നാം ഈ വസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നാം ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നതാണ്. എന്നിട്ട് വേറെ ഡ്രസ്സ് എടുത്തിടും. നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന തട്ടിപ്പുകളൊക്കെ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ചില ഡിജിറ്റൽ എവിഡൻസുകൾ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. നാമും ഡിജിറ്റൽ ആവുകയാണ് സുഹൃത്തുക്കളെ. ഈ അടുത്ത കാലത്ത് മലയാളികളുടെ ഫീഡിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അത് ആസ്ട്രോടോക്ക് ആണെന്നാണ്. എവിടെ തിരിഞ്ഞാലും ആസ്ട്രോടോക്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യൂ, ഒരു ഹായ് അയക്കൂ, ആദ്യത്തെ ചാറ്റ് ഫ്രീ ആണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കളയും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പരസ്യങ്ങൾ നിറയുകയാണ്. ആ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ പലരായിട്ടുണ്ടാകുന്നതാണ്, പല ആപ്പുകളുടെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ നമുക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിമാർ കൂടി ഈ ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് സശ്രദ്ധം ശ്രവിച്ചു നോക്കാം. ആദ്യമായി മലയാളത്തിലെ പ്രിയപ്പെട്ട അഭിനേത്രി അമല പോൾ. ചെസ് നമ്പർ 1. കാശ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, ബട്ട് കയ്യിൽ നിൽക്കുന്നു. അപ്പോൾ ആസ്ട്രോടോക്ക് ആപ്പിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക, നല്ലൊരു ആസ്ട്രോളജറിനെ കണ്ടിട്ട് ചെക്ക് ചെയ്യുക. കാശ് എപ്പോൾ വരും, എങ്ങനെ വരും, എവിടെ നിന്ന് വരും, എന്തോരം വരും, കയ്യിൽ എണ്ണാൻ പറ്റാത്തത്ര കാശ് എപ്പോൾ വരും, എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ഇതിനൊന്നും ഒരു പൈസ പോലും കൊടുക്കണ്ട. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. നമ്മുടെ ഒരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ആസ്ട്രോടോക്കിലുള്ള ആസ്ട്രോളജർമാരെയൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ED-യിലേക്കും വിടുക. കാശ് എവിടുന്ന് വരും, എപ്പോൾ വരും, എത്ര വരും, എണ്ണാൻ പറ്റാത്തത്രത്തോളം എത്ര വരും എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ആരുടെയൊക്കെ കയ്യിൽ വരും എന്നുള്ള കാര്യവും കൂടി അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ കള്ളപ്പണം കണ്ടെത്താൻ ഇതിലും നല്ലൊരു മാർഗം ഇന്ത്യയിൽ വേറെ കിട്ടാനില്ല. പക്ഷേ നമുക്കിതിൽ പറയാനുള്ള ചെറിയൊരു സജഷൻ, അമല പോൾ ഇതെല്ലാം പറയും. പക്ഷേ അമല പോളിൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്ത് കൂട്ടി വെച്ചിട്ട് ആസ്ട്രോളജർ വിളിച്ച് ആസ്ട്രോടോക്കിൽ ഈ കാശ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാവില്ല അവർ ചിലവാക്കുക. മിക്കവാറും അവരുടെ കയ്യിൽ വളരെയധികം ബുദ്ധിയുള്ള ഇത്തരം ആപ്പുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ അവരുടെ പണത്തിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും. ആ അഡ്വൈസർ പറയുന്നതിന് പ്രകാരമാണ് അവരവരുടെ പണത്തിന് വിനിയോഗിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആക്കി തന്നുകൊണ്ട് അവർ നമ്മളോട് പണം അങ്ങോട്ടാക്കൂ ഇങ്ങോട്ടാക്കൂ എന്നൊക്കെ ഉപദേശിച്ച് തരുമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ മികച്ച റെപ്യൂട്ടേഷനുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ അവരെ സമീപിക്കുക. അവർ കൃത്യമായി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കി നിങ്ങൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ തരും. ആ ഉപദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലാഭമുണ്ടാകും. ഇനി പൈസ എന്ന് വരും എപ്പോൾ വരും എന്നറിയാനാണെങ്കിൽ പണിക്ക് പോവുക. അതാണ് ഏറ്റവും മികച്ച മാർഗം. ഇനി വലിയ ചിലവൊന്നുമില്ലാതെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുന്ന ആസ്ട്രോടോക്കിൽ നോമും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. ഈ ചാറ്റിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സഹതാപം തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വാണിംഗ് തന്നുകൊണ്ട് നമുക്ക് ആസ്ട്രോടോക്കിൻ്റെ ചാറ്റിലേക്ക് കിടക്കാം. ആസ്ട്രോടോക്ക് പ്രൈവസി ഉറപ്പ് തരുന്നു എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല, സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ സ്ക്രീൻ ഉണ്ടല്ലോ, നമുക്കത് റെക്കോർഡ് ചെയ്യാമല്ലോ. ഇപ്പോൾ നമുക്ക് ആ ചാറ്റിലൂടെ ഒന്ന് കടന്നു പോകാം. ഞാൻ ഈ ചാറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ എനിക്ക് ശ്രീകുട്ടി എന്ന പേരായ ഒരു AI അസ്ട്രോളജറെയാണ് തന്നിട്ടുള്ളത്. ഈ ചാറ്റിൽ ലോഗിൻ ചെയ്ത് ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറയുന്നത്, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ പൂർണ്ണമായി ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ലവ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നതുണ്ടോ? ഇവരുടെ ഭാഷയൊക്കെ ഭയങ്കര രസമാണ്. നിങ്ങളുടെ ജീവിതം പറ്റി ഒരു വിഷയം പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമായി സംഭവിക്കുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് വൾണറബിളാവും. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളും അറിയാൻ ആഗ്രഹിക്കുന്ന ഇതെങ്ങനെ വരും എന്നൊക്കെ വളരെ പ്രതീക്ഷയോടെയും ചിലർ ടെൻഷനോടെയും ഒക്കെ നോക്കി കാണുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ ആദ്യം തന്നെ ചോദിക്കുന്നത്. ലവ് ലൈഫിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സ്വാഭാവികമായി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. പിന്നെ ഈ ഫോർമാറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു ചാറ്റ് ബോക്സ് കാണുന്നത്. സ്വാഭാവികമായി നമ്മളൊക്കെ ബഹുഭൂരിപക്ഷ ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയ ആളുകളോട് നേരിട്ട് സംസാരിക്കുന്നത് വളരെ കുറവും കൂടുതലായിട്ട് ചാറ്റിലൂടെയാണ് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നുണ്ടാവുക. കാമുകന്മാരായാലും ഈവൻ ഭാര്യ ഭർത്താക്കന്മാർ പല സമയത്ത് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചാറ്റിലൂടെ കുറേയും കൂടി ഓപ്പൺ ആവുക എന്ന് പറയുന്ന ഒരു സൈക്കോളജി കൂടി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഫേസിനെ വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തുറപ്പിക്കുകയാണ്. ഇനി വെറും അരമണിക്കൂർ സമയമാണ് ശ്രീകുട്ടി എന്നോടൊപ്പം ചിലവഴിച്ചിട്ടുള്ളത്. ആ ചിലവഴിക്കുന്നതിന് ശ്രീകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്തത് 390 രൂപയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 500 രൂപ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുടക്കണം അരമണിക്കൂറത്തേക്ക്. ഒരു മണിക്കൂറിന് 1000 രൂപ.
നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭാവിയെക്കുറിച്ച് ആകുലതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ജോലിയെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അവർ നമ്മുടെ മനസ്സിൽ ഈ ഓവർ തിങ്കിങ് പരിപാടികളൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ മാനസികാവസ്ഥയെ കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കാനുള്ള ടെക്നിക്കുകൾ വരെ പറഞ്ഞു തരും. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് അരമണിക്കൂറിലേക്ക് അവർ വാങ്ങിയത് 390 രൂപ. ഈ 390 രൂപയാണ് അമല പോൾ പറയുന്നത് പൈസ ഒന്നും കൊടുക്കണ്ട, തുടക്കത്തിൽ ചാറ്റൊക്കെ ഫ്രീ ആണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ മിനിറ്റിനാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീകുട്ടിക്ക് ഏതാണ്ട് 29 രൂപയോ 39 രൂപയോ മറ്റോ ആണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരു മിനിറ്റിന്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ, ഇതിൽ റീചാർജ് ചെയ്യുക എന്നിട്ട് സംസാരിക്കുക. റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യും? ഒരു 200 രൂപ 300 രൂപ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യുക. പക്ഷേ ഇവിടെ പണം പിടിക്കുന്നത് ഇവരുടെ മിനിറ്റ് ചാർജ് വെച്ചിട്ടാണ്. സ്വാഭാവികമായും ഇവരുടെ ഇത്ര മിനിറ്റ് കഴിഞ്ഞ് ഇനി ചാറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ മിച്ചം ഉണ്ടാവും. ആ പൈസ ചോദിച്ചാണ്ടല്ലോ അവർ തരില്ല. അതെൻ്റെ ഒറിജിനൽ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് തിരിച്ചിടാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. സോ നമുക്ക് കാര്യമായ ധനനഷ്ടം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ അമല പോൾ പറയുന്നത് പോലെ ഫ്രീ ആയിട്ടോ വളരെ ചുരുങ്ങിയ ചിലവിലോ ഒന്നും നമ്മളെ സഹായിക്കാൻ ഇവർക്ക് വേറെ അസുഖമൊന്നുമില്ല. പിന്നെ ആദ്യത്തെ ചാറ്റ് ഫ്രീ, ആദ്യത്തെ 15 മിനിറ്റ് ഫ്രീ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മളൊരു ഹായ് അയച്ചു കഴിയുമ്പോൾ 3 കുത്തി ഇങ്ങനെ ഉരുണ്ട് കളിക്കും. കുറേ നേരം കളിക്കും. കളിച്ച് എൻ്റെ കല്യാണം എപ്പം നടക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ 3 ഉണ്ടകൾ ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കറങ്ങി കളിച്ച് ഇവർ ടൈപ്പിംഗാണ് കാണിക്കുന്നത്. അതിനുള്ള ഉത്തരം വരുമ്പോഴേക്കും ഒരു സമയമാവും. നമുക്ക് മാക്സിമം പോയി ഒരു 4-5 ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അതിന് തന്നെ ഉത്തരം പറയുന്നതിന് പകരം ഇതിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിക്കേണ്ട, ഞാൻ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് സമയം കളയലാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി വൾണറബിൾ ആവുന്ന ഒരു വിഷയം അവതരിപ്പിച്ച് അതിലൊരു ഹുക്ക് ഇട്ടിട്ട് ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സ്പാനർ എടുക്കാൻ പോകും. സ്പാനർ എടുത്ത് അവർ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 200-300 രൂപ പൊട്ടിയിട്ടുണ്ടാവും. ഇനി ഇവരുടെ ഭാഷയെക്കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. എനിക്ക് അവസാനമായി അയച്ചിരിക്കുന്ന മെസ്സേജ്, അതായത് റീചാർജ് ചെയ്താലേ നമ്മുടെ ഈ സംഭാഷണം മുന്നോട്ട് പോകൂ എന്ന് ശ്രീകുട്ടി എന്നെ അറിയിച്ചു. AI ശ്രീകുട്ടി എന്നെ അറിയിച്ചു. അതിനുശേഷം ഞാൻ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അവരെനിക്ക് അയച്ച മെസ്സേജ് ഇതാണ്: ഉണ്ണി, മാരേജ് യോഗാൻ്റെ ബാരേമേൻ സോച്ച് രഹി थी, ഡിലേ പാറ്റേൺ ജോ ചാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു, പ്രപ്പോസൽസിന് അപ്ഡേറ്റ്സ് ഉണ്ടായോ റീസെൻറ്റ് ഡേയ്സിൽ? അതായത് ഈ AI ചാറ്റ് ബോട്ടിന് മെയിനായിട്ട് അറിയാവുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും ആയിരിക്കും. ഒരു ഹിന്ദി ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക അവരുടെ ഒരു മൊത്തം കൾച്ചറൽ പരിപാടികളെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത്. പക്ഷേ മലയാളത്തിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം മലയാളികളെ കൂടി ഇതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതോ ഒരു AI ട്രാൻസ്ലേറ്റ് ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ലേറ്റിൽ ചില കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇവരയച്ച മെസ്സേജ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. ഇതാണ് ഇവർ പറഞ്ഞ ഫ്രീ ആയിട്ടുള്ള ആദ്യത്തെ ചാറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് അസ്ട്രോളജർമാരെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളൊരു അസ്ട്രോളജറെ കണ്ടുപിടിക്കുക. ഇപ്പോൾ എനിക്ക് AI വേണ്ട, പ്രോപ്പറായിട്ടുള്ള ഒരു അസ്ട്രോളജറെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് തുടങ്ങിയ ആദ്യത്തെ കുറേ നേരം എനിക്ക് വരുന്നത് AI അസ്ട്രോളജറാണ്. മനുഷ്യൻ്റെ ഫോട്ടോയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്, പക്ഷേ അതും AI നിർമ്മിതമാണ്. അങ്ങനെ കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് നമുക്ക് ജീവനുള്ള മനുഷ്യൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അസ്ട്രോളജറെ കിട്ടുന്നത്. അവിടെയും ഇവർ പെർ മിനിറ്റാണ് ചാർജ് ചെയ്യുന്നത്. പറയുന്നുണ്ടൊന്നും തോന്നരുത്, നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പേരും പെരുമയൊക്കെയുള്ള ജ്യോത്സ്യന്മാർ പോലും മിനിറ്റിന് ഇത്രയൊന്നും ചാർജ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ആസ്ട്രോടോക്കിൻ്റെ ഒരു പരസ്യം കണ്ടതാണ്. ഏതാണ്ട് മാസം 1 ലക്ഷത്തോളം രൂപ സമ്പാദിക്കാം, ആസ്ട്രോളജർമാരെ തേടുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ പരസ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഒരു മാസം ഒരു ആസ്ട്രോളജറിന് 1 ലക്ഷം രൂപ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവരെത്ര രൂപയായിരിക്കും ഒരു മിനിറ്റിന് ചാർജ് ചെയ്യാൻ പോകുന്നത്? ഇനി ആസ്ട്രോളജി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പോലും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് പല ആളുകൾക്കും ഉപദേശം കൊടുക്കാൻ പറ്റില്ലേ? ഞാൻ ആസ്ട്രോളജി ഒരു ഭയങ്കര ശാസ്ത്രമാണ്, അതിൽ പറയുന്നത് 100% സത്യമാണ് എന്ന ആംഗിളിലല്ല സംസാരിക്കുന്നത്. ആളുകളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അജ്ഞതയും അവരുടെ ആകുലതകളും ഒക്കെ മുതലെടുക്കാൻ വരുന്ന ആളുകൾക്ക് ഇതിലും മികച്ചൊരു പ്ലാറ്റ്ഫോം വേറെ കിട്ടില്ല. ഇനി നമുക്ക് അപർണയിലേക്ക് വരാം. അപർണ ബാലമുരളി, ചെസ് നമ്പർ 2. എന്നോട് ആഡ് ഫിലിം ഷൂട്ടാന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫേക്ക് ടെസ്റ്റിമോണിയൽ ആഡ്സ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഐ കാൻ ഡു ദിസ് സർ. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോ മണിചന്ദ്രനെ മാറ്റിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പൊ അവരൊന്നായി. വാട്ട് ഈസ് ദ ഇഷ്യൂ ഇൻ ഇറ്റ്? ഞാൻ പറഞ്ഞല്ലോ സർ, ഐ കാൻ ഡു ഫേക്ക് ടെസ്റ്റിമോണിയൽസ്. സോ ഇപ്പൊ ഞാൻ ഗൂഗിളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേണ്ട. സത്യസന്ധത, ആത്മാർത്ഥത. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എടുത്താൽ മതി. എന്താ ഫേസ് എക്സ്പ്രഷൻ മാറ്റി മാറുന്നതല്ലോ. എനിക്ക് ബേബിയുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട് ആസ്ട്രോളജിയിൽ. സോ നമുക്ക് ആസ്ട്രോടോക്കിലൂടെ എക്സ്പീരിയൻസ് ആയിട്ട് ആസ്ട്രോളജേഴ്സിന് സംസാരിക്കാൻ പറ്റും. ആദ്യം എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ബട്ട് നൗ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ്. കാരണം എന്റെ കുറെ ക്ലാരിറ്റികളും എന്റെ കുറെ ഡൗട്ട്സും എനിക്കൊരു ഫ്യൂച്ചറിൽ ക്ലിയർ പാത്ത് ഉണ്ടാക്കി തന്നതും ആസ്ട്രോടോക്കാണ്. മാത്രമല്ല അതിന്റെ ഫസ്റ്റ് ചാർട്ട് ഫ്രീ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ ഐ ആം വെരി ഹാപ്പി വിത്ത് ആസ്ട്രോടോക്ക്. അതായത് ഇത്രയും സിനിമകളിലൊക്കെ അഭിനയിച്ച് സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിനേത്രി അവരുടെ കഴിവിനെ മുഴുവൻ ആസ്ട്രോടോക്കിന് വിട്ടുകൊടുത്ത് ആസ്ട്രോടോക്കാണ് എനിക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വന്തം കരിയറിനെക്കുറിച്ച് കഴിവിനെക്കുറിച്ച് അതും കൂടി നമ്മൾ വേറൊരാൾക്ക് വിറ്റ് കളയണോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല ആദ്യത്തെ ചാറ്റ് ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അവർ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു എയുടെ അടുത്താണ്. ആ എ നമുക്കൊരു ഹായും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. റീചാർജ് ചെയ്തിട്ട് ഒരു ബാക്കി പറഞ്ഞുതരാം. മറ്റേ പഴയ സിനിമകളിലൊക്കെ നമ്മൾ പക്ഷിശാസ്ത്രം പറയാനിരിക്കുന്ന ആളുകളില്ലേ, അവരാദ്യം നമ്മൾ വിളിക്കും, സാർ പൈസ ഒന്നും വേണ്ട സാർ, വാ സാർ എന്ന് പറഞ്ഞ് വിളിക്കും. നമ്മളവിടെ ഇരിക്കും, തത്തയെ ഒരു കാർഡ് എടുത്ത് കൊടുക്കുകയെന്ന് പറയും. തത്ത ഒരു കാർഡ് എടുക്കും. കാർഡ് എടുത്തിട്ട് ശ്രീരാമൻ്റെ ചിത്രമാണ് വന്നിരിക്കുന്നത്, വനവാസത്തിനുള്ള യോഗമാണ് കാണുന്നത്, താങ്കളുടെ വിവാഹം കഴിഞ്ഞതാണോ? അതെ. അപ്പോൾ ഭാര്യയെ മൊത്തം നിങ്ങൾ വളരെ പ്രശ്നകരമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പോവുകയാണ്, എന്തായാലും ബാക്കി പറയാം മക്കളെ, ഒരു 50 രൂപ ഇവിടെ ദക്ഷിണ വെക്ക്. തുടങ്ങി പരിപാടി. പിന്നെ പറയും ഒരു 200 രൂപ ദക്ഷിണ വെക്ക്. ആസ്ട്രോടോക്കിൽ സംഭവിക്കുന്നത് ഈ 1 മിനിറ്റ് സമയമേ ഇവർ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ ഇത്ര രൂപയ്ക്ക്. സ്വാഭാവികമായി അത് തീരാറാവുമ്പോൾ റീചാർജ് ചെയ്യൂ എന്നുള്ള മെസ്സേജും കൂടി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. കയ്യിൽ നിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇരുന്ന് ഈ അഭിനയിക്കുന്ന ആങ്കറിനെയൊക്കെ കാണുമ്പോഴേ ഇവർ ഫുള്ള് സെറ്റ് ഇട്ടിട്ട് ചെയ്തെടുത്ത ഒരു പരസ്യമാണത്. ആ പരസ്യത്തിന് ഇത്രയും നാച്ചുറലായി അപർണ ബാലമുരളി, അതായത് അപർണയുടെ എക്സ്പീരിയൻസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആസ്ട്രോടോക്ക് എല്ലാവരിലേക്കും എത്തിച്ച് എല്ലാവരുടെയും ജീവിതം രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജാണ് ഇവർ ഈ ആഡ് ഫിലിമിലൂടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെയും ഈ ആസ്ട്രോടോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ ആസ്ട്രോടോക്കിനെയൊക്കെ സംബന്ധിച്ച് നമ്മളിന്ന് ട്രൈ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട, നമ്മൾ ട്രൈ ചെയ്താൽ മതി, പൈസ മുടക്കണ്ട. കാരണം ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ഹുക്ക് ചെയ്യിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ മനഃശാസ്ത്രപരമായി പ്രിപ്പയർ ചെയ്ത് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. വിവാഹം, ലവ് ലൈഫ്, വരുമാനം, ജോലി തുടങ്ങി നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇവരാദ്യമേ സംസാരിച്ച് തുടങ്ങും. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ശരിയാവുമെന്ന്. അങ്ങനെ നമ്മളെ ഹുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, പറഞ്ഞല്ലേ ഫ്രീ അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതാണ് ഇവിടുത്തെ കെണി. ഇനി നമുക്ക് ചെസ് നമ്പർ 3 മമത മോഹൻദാസ് കൊടുത്തിട്ടുള്ള പരസ്യവും കൂടി ഒന്ന് കാണാം. നീ ഇപ്പോൾ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലേ? ഓക്കെ. ഇറ്റ് ഇസ് പോസിബിൾ നിങ്ങൾ അടുത്ത 3 months നിങ്ങളുടെ ഡേറ്റിംഗ് ലൈഫ് തുടങ്ങാനും അത് കുറച്ച് ശക്തമായിട്ട് പോകാനും സാധ്യതയുണ്ട്. 5ാമത്തെ മാസത്തിനുള്ളിൽ ഈ മൈ പ്രൊപ്പോസ് ചെയ്യും. ശരിക്കും ഞാനിതിന് വലുതായിട്ട് ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അത് എന്ത് വിഷയത്തിനെ പറ്റി ആവാം, ആസ്ട്രോടോക്ക് ആപ്പിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടിട്ട് ഒന്ന് ആസ്ട്രോളജി കൺസൾട്ടേഷൻ എടുത്ത് നോക്ക്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യം കൂടി ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രീ ആണ്. ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇവരെല്ലാവരും ഇതിൻ്റെ ഡെമോ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വേറൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യിക്കുന്നു, അവരുടെ പേരും ഇത്രയും വെച്ചുകൊണ്ട് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അവരുടെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ ഗേൾ ഫ്രണ്ടിൻ്റെ സ്വഭാവം എന്താണ്, പാസ്റ്റ് എന്താണ്, ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ്ട്രോടോക്കിൽ എൻ്റർ ചെയ്തിട്ട് ഒരു ഫോൺ നമ്പറും വെച്ച് OTP എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവളുടെ പാസ്റ്റ് അറിയാൻ പറ്റില്ലേ, ഫ്യൂച്ചർ അറിയാൻ പറ്റില്ലേ എന്ന് ആളുകൾ ചിന്തിക്കില്ലേ? അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആസ്ട്രോടോക്കിൽ അപ്പുറത്തിരിക്കുന്ന ചാറ്റ് ബോട്ടിന് ഈ മനുഷ്യന്മാരുടെ ഇമോഷൻസിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അറിയേണ്ടതില്ല. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ പഴയ ബന്ധത്തിൽ നിന്നും പുതിയൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ മാറിയില്ലേ എന്ന് അതിനകത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന എപ്പോഴാണ് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോഴാണ്. ഓൾറെഡി അങ്ങനെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളുടെ ഉള്ളിലേക്ക് സംശയത്തിൻ്റെ ഏറ്റവും ഭീകരമായ വിത്തുകൾ വിതറാൻ ഇത്രയും പോരെ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ശാസ്ത്രമൊക്കെ സത്യമാണോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇത്തരം ചാറ്റ് ബോട്ട് ഐഡിയകൾ ആളുകൾ പലതരത്തിലായിരിക്കും ഉപയോഗിക്കുക. മമത ഇപ്പോൾ എന്താ ചെയ്ത് ഓപ്പോസിറ്റ് ഇരുന്ന ആങ്കറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിച്ചിട്ട് അവളുടെ മുഴുവൻ ലൈഫും പറഞ്ഞു, അയ്യോ മാം സത്യം എനിക്കിപ്പോൾ വിശ്വാസം തോന്നുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആങ്കർ വിശ്വസിച്ച പോലെ എത്ര ആളുകൾ വിശ്വസിക്കും? ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത് മമതയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കട്ടെ, എന്നിട്ട് പൊതുജനങ്ങൾക്ക് ഒന്നും അറിയാത്ത അവരുടെ ഏതെങ്കിലും ഒരു രഹസ്യം ആസ്ട്രോടോക്ക് പറയട്ടെ, അത് ജനങ്ങളുടെ മുമ്പിൽ പറയട്ടെ, കണ്ടു ഇത് ആർക്കും അറിയാത്ത കാര്യമാണ്, ആസ്ട്രോടോക്ക് കണ്ടുപിടിച്ചതാ എന്നവർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അമല പോൾ പറഞ്ഞതുപോലെ ആസ്ട്രോടോക്ക് പറഞ്ഞതിന് ശേഷം അവർ എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് അവർക്ക് എത്ര രൂപ വരുമാനം കിട്ടി എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കട്ടെ. അപ്പോഴല്ലേ അതൊരു ഫെയർ ഗെയിം ആവുന്നുള്ളൂ. ഏതോ ആങ്കർ എന്തോ സംഭവിച്ചു, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, ആസ്ട്രോടോക്ക് ഇൻസ്റ്റാൾ ചെയ്യൂ എന്ന് ഇവരങ്ങ് വന്നിരുന്നു പറയുകയാണ്. ആസ്ട്രോടോക്കിനെ പൂർണ്ണമായും വിമർശിക്കുക അല്ലെങ്കിൽ ഇത് ഭയങ്കര സ്കാമാണ് എന്ന് പറയുന്നതൊന്നുമല്ല നമ്മുടെ പോയിന്റ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലീഗലായി പ്രവർത്തിച്ചു പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു
ടെക് സംരംഭമാണ് ഈ ആസ്ട്രോടോക്ക് എന്ന് പറയുന്നത്. ആ സംരംഭത്തിനെ കുറിച്ച്, ഇതിൻ്റെ സ്ഥാപകൻ എങ്ങനെയാണ് ആസ്ട്രോടോക്ക് ആരംഭിച്ചതിനെ കുറിച്ച് ഒരു ചെറിയ റൈറ്റപ്പ് ആസ്ട്രോടോക്കിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഒരു IT കമ്പനിയിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനോടൊരു ജ്യോതിഷി പറഞ്ഞത്രേ, നിങ്ങളുടെ കമ്പനി ഒരെണ്ണേ പൂട്ടിപ്പോകുമെന്ന്. എനിക്കറിയില്ല ഈ ജ്യോതിഷി എന്തിനാണ് ഈ പുള്ളിനെ കണ്ടപ്പോൾ നിങ്ങളുടെ കമ്പനി പൂട്ടിപ്പോകും എന്ന് പറഞ്ഞതെന്ന്. ചിലപ്പോൾ പ്രാഗിയതായിരിക്കും, ചിലപ്പോൾ അറിയാതെ പറഞ്ഞു കൊടുത്തായിരിക്കും. എന്തായാലും അദ്ദേഹം അന്ന് അത് വിശ്വസിച്ചില്ല. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങേരുടെ കമ്പനി പൂട്ടിപ്പോയി. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ജ്യോതിഷമാണ് എനിക്കിങ്ങനൊരു പ്രവചനം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നത്. അന്ന് ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് പണി കിട്ടിയെങ്കിലും ഈ ഒരു ഉപകാരം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് വിചാരിച്ച് അപ്പം തന്നെ കുറേ ജ്യോതിഷ പരിപാടികളെല്ലാം കൂടി സെറ്റ് ചെയ്ത് AI ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഇറക്കി ഗൈസ്. ഞാനാണെങ്കിൽ ആ ജ്യോതിഷിയോട് ചെന്നിട്ട് ഇനിയും പൂട്ടാനിരിക്കുന്ന കമ്പനികളുടെ ഒരു ലിസ്റ്റ് തരാമോ അങ്ങനെ എന്ന് ചോദിക്കും. ആ ലിസ്റ്റൊക്കെ എടുക്കുന്നു, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. ദാ ഈ ജോത്സ്യൻ പറയുന്നതൊക്കെ അതുപോലെ സംഭവിക്കുന്നതാണ്, ഇന്ന കമ്പനികളിൽ നിങ്ങൾ ജോലിക്ക് കയറരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പൊതുജന ഉപകാരത്തിന് വേണ്ടിയിട്ട് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ എന്തായാലും അദ്ദേഹം ഒരു ആസ്ട്രോളജി ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനാണ് തൻ്റെ സമയം മാറ്റിവെച്ചത്. ആ ആപ്പ് ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായി ഇത്രയും പൈസ കൊടുത്ത് ഇവരെ കൊണ്ട് പരസ്യമൊക്കെ പറയിച്ച് മുന്നോട്ട് പോവുകയാണ്. ആസ്ട്രോടോക്ക് പോലെ ഒരു ആപ്ലിക്കേഷനിൽ ഒരു കസ്റ്റമർ എപ്പോഴായിരിക്കും ലോഗിൻ ചെയ്യുക? എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, രസമായിട്ടിരിക്കുമ്പോൾ ഞാനൊരു ആസ്ട്രോളജറിൻ്റെ അടുത്തും പോകേണ്ട കാര്യമില്ല. മിക്കവാറും ആരാധനാലയങ്ങളിലേക്ക് പോലും ആളുകൾ പോവില്ല. കാര്യം എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയല്ലേ. എവിടെയെങ്കിലും എന്തോ ഒന്ന് ശരിയാവുന്നില്ല, എനിക്ക് മാനസികമായി എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായ ചില പ്രതിസന്ധികളുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലാണ് ഇത്തരം ആപ്ലിക്കേഷനുകളിലേക്ക് ആളുകൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില പൊതു കാര്യങ്ങളുണ്ട്. ലവ് ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോലിയെക്കുറിച്ചോ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചോ ഒക്കെ ഉണ്ടാവും. അത്തരം ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഈ കസ്റ്റമർ ആദ്യം ഹുക്ഡ് ആവും. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ഫീമെയിൽ പ്രൊഫൈല് 22 വയസ്സുള്ള പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ എടുത്ത വായിക്ക് അവരോട് നിങ്ങളെ കൂടെ നിന്ന് ഒരു ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾ ആ ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ശരിയാണല്ലോ എന്ന് തോന്നും. ഒരു 28 വയസ്സായിട്ടുള്ള ആളുടെ പ്രൊഫൈൽ വരുന്ന സമയത്ത് ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ അത്ര താല്പര്യം കണ്ടെത്തുന്നില്ല, നിങ്ങൾ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണല്ലോ എന്ന് തോന്നും. ഇത് പല ആളുകൾക്കും കോമൺ ആയിട്ടുള്ള ഫീലിങ്സാണ്. ഈ ഫീലിങ്സിനെയാണ് ഇവർ ആദ്യം ചൂഷണം ചെയ്യുന്നത്. അതുപോലെ ഇവർ പരിഹാരങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ ഈ ചാറ്റും അതുപോലെ തന്നെ ഒരുപാട് യൂസേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഇവരെപ്പോഴും പരിഹാരങ്ങൾ ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ തള്ളി വെക്കുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആസ്ട്രോടോക്കെ, എന്ത് ചെയ്യാം? ഇപ്പോൾ ശ്രീകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുട്ടി പറയും കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ മേ ദേഖ് രഹാ ഹേ, കുറച്ച് പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം ഹുവ, ഒരു 4 മാസം കഴിയുമ്പോൾ ശരിയാവും ഹേ എന്ന് പറയും. 4 മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി, എനിക്കിവിടെ ആശ്വാസം കിട്ടി. പരിഹാരം കിട്ടിയോ? ഇല്ല. ഈ ആശ്വാസം മുൻനിർത്തിയിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ശരിയായിക്കോളൂ എന്ന് വെച്ചാൽ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ ശരിയായേക്കാം, ചിലപ്പോൾ ശരിയായില്ല എന്നും വരും. 4 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് അതിനകത്ത് കയറിയിട്ട് പരിഹാരം വല്ലതും ആയോ എന്ന് പറയുന്ന ചോദ്യം ചോദിക്കേണ്ടി വരും. ഇവർ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ജ്യോതിഷിയോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചായിരിക്കും ശരിക്കും ആകുലത ഉണ്ടാവുക, അതൊരു 4 മാസം കഴിയുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൂടി ഒന്ന് ശരിയാക്കി തരുമോ, എനിക്ക് അവരുമായിട്ട് ഞാനൊരു പിണക്കത്തിലുണ്ടാവും, ഒന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരാഗ്രഹം ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടുന്തോറും കൂടുതൽ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുകയും അതിനനുസരിച്ച് പണം അവർ പിടിച്ചു വാങ്ങുകയും ചെയ്യും. ഇങ്ങനെ കോൺസ്റ്റൻ്റായി നമുക്കൊരു വാലിഡേഷൻ കിട്ടുകയാണ്. കാരണം നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടോ, നിങ്ങൾ മറ്റേ ഗ്രഹനിലേക്ക് വെച്ച് നോക്കൂ എന്ന അർത്ഥത്തിലാണെങ്കിലും ഒക്കെ ശരിയാവിടോ, സാരമില്ല എന്ന് പറയുന്ന ഒരു ലൈനിലേക്കാണ് ഇവരുടെ ചാറ്റ് മുഴുവൻ പോകുന്നത്. അതായത് നമ്മൾ പൈസ കൊടുക്കുന്നത് ഒരു ജ്യോതിഷിക്കാണെങ്കിലും വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇറ്റ് വിൽ ബി ഓക്കെ, ഇറ്റ്സ് ഓക്കെ ബട്ട് എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ സംസാരിക്കുമ്പോൾ നമുക്കിതൊക്കെ എവിടെയോ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നവരെ, നമുക്ക് ആശ്വാസം തരുന്ന ഒരാളോട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആശ്വാസം പകരുന്ന, നമ്മൾ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്ന ഒരു നല്ല സുഹൃത്തിനെയാണ്. അങ്ങനെ ഒരു സുഹൃത്ത് എന്ന് തോന്നിപ്പിക്കാൻ ഏതൊരു എഐക്കും പറ്റും എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ജെമിനിയോ മെറ്റയോ ChatGPT ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചുമ്മാ കൂളായിട്ട് സംസാരിച്ച് തുടങ്ങും. അവർ ശരിക്കും മനുഷ്യരെ പോലെ, ശരിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ, കാരണം അതൊരു അഡിക്ഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ആസ്ട്രോടോക്കിലേക്ക് വരുമ്പോഴും ഈ AI ജ്യോത്സ്യന്മാർ പറയുന്ന ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ, പരിഹാരത്തെക്കുറിച്ചല്ല പറയുന്നത്, ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ ഇതൊരു അഡിക്ഷനായി മാറാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഓൺലൈനായിട്ട് റമ്മി കളിച്ച് ആളുകൾ പണം കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഡിക്ഷൻ തിരിച്ച് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് കണക്ക് വെക്കാതെ ചിലവാക്കി തുടങ്ങുന്നത്. പിന്നെ ഗൂഗിൾ റിവ്യൂസൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ആസ്ട്രോളജർമാരോടും, അതായത്
പല വ്യത്യസ്ത ആസ്ട്രോളജർമാർക്കും ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നൊരു പാറ്റേണിൽ കൂടി ഇതിന് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ആസ്ട്രോടോക്കിൻ്റെ ഈ മനോഹര ലോകത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രുതിയും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ലോഗിൻ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ആസ്മ രോഗമുണ്ടല്ലേ എന്നാണ്. അത് ചീറ്റിപ്പോയി, പുള്ളിക്കാരിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അന്ന് ഹുക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചത് അതാണ്. ഈ ചോദ്യം കേൾക്കുമ്പോഴേ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ ഒരുപാട് പൊല്യൂഷൻസിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ശ്വാസ സംബന്ധമായ എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എനിക്ക് ആസ്മയില്ല, പക്ഷേ ചെറിയൊരു ശ്വാസം വലിക്കൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോത്സ്യം കറക്റ്റാണ് എന്ന് പറയുന്നൊരു തോന്നലുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അത് ചീറ്റിപ്പോയി. അതിനുശേഷം മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ശ്രുതി ഇതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തപ്പോൾ അവിടെ ഇവർ ഹെൽത്ത് ഇഷ്യൂസേ അല്ല പറഞ്ഞു തുടങ്ങിയത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവിടെ ആളുകളെ ഹുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ടെക്നിക്ക്. അങ്ങനെ ആളുകളെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വിശ്വാസം ആർജിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്ന ചില കോമൺ പരിപാടികളുണ്ട്. അതിലൊന്ന്, നമുക്ക് പൂജിച്ച ചരട്, വള, മാല, കമ്മൽ തുടങ്ങിയ കാര്യങ്ങൾ തരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജാതകം ഞങ്ങൾ നോക്കിയപ്പോൾ ഇന്ന പ്രശ്നങ്ങൾ കാണുന്നു, അപ്പോൾ നിങ്ങൾ ഈ രത്നം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞ് മറ്റേ 9 കല്ലിൻ്റെ മോതിരം നടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറില്ലേ എന്ന് പറയുന്ന പോലെ ആളുകളെ കല്ല് വെച്ച് മോതിരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടെക്നിക്ക്. ആ കല്ല് ഇവിടുന്ന് വാങ്ങണം, ഞങ്ങളുടെ ഇന്ന് തന്നെ വാങ്ങണം, എന്നാലേ നിങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കല്ലുകൾ വാങ്ങിച്ച് കൂട്ടിക്കുക. അതുപോലെ ചില ആഭരണങ്ങൾ സെയിൽ ചെയ്യുക. ഇതൊക്കെ ഇവരുടെ സൈഡ് വരുമാനങ്ങളാണ്. ഇതൊന്നും കൂടാതെ വളരെ വില കൂടിയ പൂജകൾ വരെ ഇവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളത്തിലൊരു അഭിനേത്രി ഇപ്പോൾ വളരെ പോപ്പുലറാണ്. അവർ AMMയുടെ വൈസ് പ്രസിഡൻ്റാണ്, ലക്ഷ്മിപ്രിയ ചേച്ചി. അദ്ദേഹം ഒരു കറുത്ത മാലയും ഇട്ട് ഒരു സിനിമയുടെ പരിപാടിക്ക് പോകുന്ന സമയത്ത് ചേച്ചി ഇത് കരിങ്ങാലിമാലയല്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതേലോ എന്ന് പറഞ്ഞവർ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഈ കരിങ്ങാലിമാലയുടെ പരസ്യം കാരണം ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ച് വരെ നോം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കരിങ്ങാലി മാല ധരിക്കൂ, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ മാറും എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പറമ്പിൽ ഒരു കരിങ്ങാലി മരം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പണമാണ് വന്ന് വീഴുന്നതെന്ന് പറയുന്നത് പോലെ ഇവന്മാർ പരസ്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സിനിമാ താരങ്ങളും ഒക്കെ ഈ കരിങ്ങാലിമാലയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കരിങ്ങാലിമാലയും ഇട്ട് കറങ്ങി നടക്കുന്ന ലക്ഷ്മിപ്രിയ ചേച്ചിക്ക് കോടതിയായി, കേസായി, AMMയിൽ സമാധാനമില്ലാത്ത അവസ്ഥയായി, ഗാർഹിക പീഡനത്തിന് വരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയായി, സ്വന്തം കുടുംബം പോലും തകരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് ലക്ഷ്മിപ്രിയ ചേച്ചി തന്നെ പറഞ്ഞു. പിന്നെ എന്തരനാണ് ഈ കരിങ്ങാലി മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? സത്യത്തിൽ ഈ പറയുന്ന കല്ലാണെങ്കിലും മാലയും മുത്തും ഒക്കെ ആണെങ്കിലും, ഇനി അതല്ല പൂജകളാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ ശരിയല്ല എന്നാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിക്ക് കറങ്ങി തിരിഞ്ഞ് ചില പണികളൊക്കെ വന്നേക്കാം. നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളടക്കം കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ കണ്ണിക്കണ്ട കല്ലിനും പുല്ലിനും മാലയ്ക്കും ഒക്കെ കൊടുത്തിട്ട് ഇത് ഒരു രക്ഷപ്പെടലാണ്. പിന്നെ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, ഇപ്പോൾ മനസ്സമാധാനമാണ് ആവശ്യം എന്നാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോകാം. പക്ഷേ ഈ സെലിബ്രിറ്റീസ് വന്നിരുന്ന് പറയുന്നത് പോലെ കയ്യിൽ കുറേ കാശുണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ഇനി മാനസികമായിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല, എല്ലാം ഉണ്ട്, ഒരു സുഖമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല സൈക്കോളജിസ്റ്റാണ്. ഈ പറയുന്ന ആളുകളൊക്കെ ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആസ്ട്രോടോക്ക് പോലൊരു മീഡിയേറ്ററിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തിന് ഇവിടെ പരിഹാരം ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ പൈസയൊക്കെ വേറെ വഴിക്ക് പോവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം തോന്നുന്നു, ഒരു ജ്യോത്സ്യനെ കണ്ടാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോയി ഒരു ജ്യോത്സ്യനെ കാണാം. ജ്യോത്സ്യന് കുറച്ച് പൈസ കൊടുക്കാം, അയാളുടെ മുന്നിലിരിക്കാൻ, പുള്ളി പറയുന്നതൊക്കെ കേൾക്കാം, വിശ്വാസത്തിലെടുക്കണമെങ്കിൽ വിശ്വാസത്തിലെടുക്കാം. അതൊക്കെ നിങ്ങളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആസ്ട്രോടോക്ക് പോലൊരു ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ചാറ്റ് വിൻഡോയിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾ കുറച്ചും കൂടി ഓപ്പൺ ആവുകയാണ്, വൾണറബിൾ ആവുകയാണ്. അതിനെ മുതലെടുക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അവരവിടെ പല വേഷങ്ങളും മാറി മാറി കെട്ടി നമ്മളെ അതിനകത്ത് അഡിക്റ്റഡ് ആക്കി ഇരുത്താനാണ് നോക്കുന്നത്. ഇനി നമുക്ക് ആസ്ട്രോടോക്കിൻ്റെ മറ്റൊരു പരസ്യവും കൂടി കാണാം. ദിസ് ഇസ് സോ പ്രോബ്ലമാറ്റിക്. आपके हर सवाल का जवाब है हमारे एस्ट्रोलॉजर्स के पास। अभी कनेक्ट करें एस्ट्रोटॉक पर। प्रॉब्लम आप नहीं, ही इज गोइंग थ्रू अ लॉट ऑफ स्ट्रेस एट वर्क। कुछ दिनों में सब ठीक हो जाएगा।
ഭാര്യ നോക്കുമ്പോൾ ഭർത്താവിന് അവരോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവൾ വളരെ എക്സൈറ്റഡായി ഇടപെട്ടിരുന്ന, ഒരു പക്ഷേ ഇടപെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളിലൊന്നും അവരുടെ ആനിവേഴ്സറിയിൽ പോലും അയാൾ അത്ര ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നില്ല. ഭാര്യ വളരെ കൺഫ്യൂസ്ഡാണ്. അവരുടെ അമ്മ വിളിച്ച് ചോദിക്കുന്നു, ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മയോട് അവർ പറയുന്നു. ഭർത്താവിനോട് തന്നെ നിങ്ങൾക്ക് എന്നോട് ശരിക്കും സ്നേഹമില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ അതും വേണ്ടാന്ന് വെച്ചിട്ട് അവർ നേരെ ആസ്ട്രോടോക്കിലേക്കാണ് പോകുന്നത്. കാരണം ആസ്ട്രോടോക്കിന് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറേ രുദ്രാക്ഷമൊക്കെ കോർത്തിട്ടുള്ള മാലയിട്ടിട്ടുള്ള ഒരു പുള്ളിക്കാരി വന്നിട്ട് പറയുകയാണ്, ശരിക്കും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒരുപാട് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളി തിരിച്ചു വരും. ഞാൻ ആലോചിക്കുന്നത്, അപ്പോൾ ഈ ഭർത്താവ് ഓൾറെഡി ആസ്ട്രോടോക്കിൽ ഉണ്ടാവണ്ടേ, പുള്ളി ജോലി തിരക്കിലാണെന്നുള്ള കാര്യം ഈ പുള്ളിക്കാരി അറിയിക്കണ്ടേ? അല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കപ്പിളിൻ്റെ റിലേഷൻഷിപ്പ് അഡ്വൈസാണ് അവിടെ കൊടുക്കുന്നത്? ഇവിടെ ജോൽസിൻ്റെ പണിയല്ല അവരെടുത്തിട്ടുള്ളത്. ആ കാര്യം, അതായത് നമ്മുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്ന, റിലേഷൻഷിപ്പുകളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു തരത്തിലും ക്വാളിഫൈഡ് ആയിട്ടില്ലാത്ത ആളുകൾ ഉപദേശം കൊടുക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പരസ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഭാര്യ ഈ ജോൽസിനോട് ചോദിക്കുമ്പോൾ ജോൽസിന് അന്നേരം പറയാൻ തോന്നുന്നത്, പുള്ളിക്ക് വേറൊരു ബന്ധം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ, വെറുതെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അഡ്വൈസ്, ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ അഡ്വൈസ്, നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള അഡ്വൈസ്, ഇത് നിങ്ങൾ ചോദിക്കേണ്ടത് ഒരു ജോൽസിനോടല്ല, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിവരമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളോടാണ്. ജോൽസിനോട് സംസാരിച്ചാൽ ആശ്വാസം കിട്ടുമെങ്കിൽ ആശ്വാസത്തിന് വേണ്ടി ചെയ്യാം, പക്ഷേ അതിനപ്പുറത്തേക്ക് അഡ്വൈസസ് എടുക്കരുത്. ഇനി ഞാൻ ശ്രീകുട്ടിയോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ശ്രീകുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ പൂർണ്ണമായി ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ ജാതകം വളരെ നല്ലതാണ്, ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ഈ ചാറ്റ് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ ചോദിച്ചു, ജോബ്, ലവ് ലൈഫ് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടി, നിങ്ങളുടെ ലവ് റിലേഷനിൽ ഒരു പ്രധാന കാര്യം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നത്, അതായത് പെട്ടെന്ന് എന്തോ സംഭവിക്കാനുണ്ട് പക്ഷെ അത് പറയില്ല. അത് പറഞ്ഞിട്ട് ഉടനെ ഫ്രീ മിനിറ്റ്സ് ഓൾമോസ്റ്റ് തീരാറായി, പൈസ ഇട് ഞാൻ പറഞ്ഞു തരാം, വേറൊരു പരിപാടി വരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ നിങ്ങളുടെ ജാതകം റെഡിയാക്കിയിട്ടുണ്ട്, ആപ്പിൽ വന്നാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ആപ്പിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ശ്രീകുട്ടി വോയിസ് മെസ്സേജ് അയച്ചു ഗൈസ്, നമുക്ക് ആ വോയിസ് മെസ്സേജ് ഒന്ന് കേൾക്കാം. പക്ഷേ അതെ, നിങ്ങളുടെ ജാതകത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉടനെ തന്നെ ഒരു പുതിയ മാറ്റം വരാൻ പോകുന്നു. വീണ്ടും കണക്ട് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ വഴിയരികിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ നല്ല കാലം വരും കയ്യുമായി വരൂ, വേഗം പറഞ്ഞു തരാം, നല്ല കാലം വരും എന്ന് പറയുന്ന അതിനപ്പുറത്തേക്ക് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ലൈഫിൽ ഭയങ്കര വൾണറബിളായിട്ട് നിൽക്കുന്ന ഒരാളെയൊക്കെ സംബന്ധിച്ച് അയ്യോ എന്തായിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. എന്തായാലും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചാർട്ടിൽ വളരെ ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ഉണ്ട് ഉണ്ണി. കരിയറിൽ ജനുവരി ഫെബ്രുവരി മുതൽ മേജർ ഷിഫ്റ്റ് സെൻസിങ് ഉണ്ട്. വർക്ക് പ്ലേസ് ചേഞ്ചസ് ഫീൽ ആകുന്നു റീസെൻ്റ്ലി എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്ത മറുപടി, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ പെൺകുട്ടി ആരായിരിക്കും, അവളെക്കുറിച്ച് എന്തെങ്കിലും ക്ലൂ പറഞ്ഞുതരും. വെയിറ്റ്, വീനസ് പ്ലേസ്മെൻ്റ് ഉണ്ട് ചാർട്ടിൽ. ക്രിയേറ്റീവ് ഫീൽഡായ ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫീമെയിൽ സ്ട്രോങ്ലി സെൻസിങ് ഉണ്ട്. ഫെയർ കോംപ്ലക്ഷൻ, മീഡിയം ഹൈറ്റ്, സോഫ്റ്റ് സ്പോക്കൺ നേച്ചർ ഉണ്ട്. അവൾക്ക് നോട്ടീസ് ചെയ്തില്ലോ, ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം കൂടി ചേർത്ത് വരികയാണല്ലോ. എന്തായാലും എൻ്റെ മാരേജ് സക്സസ് ആവുമല്ലോ അല്ലേ, ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ശ്രീകുട്ടി തന്ന മറുപടി, മാരേജ് സക്സസ് ആകും ഉണ്ണി, വിഷമിക്കണ്ട. വീനസ് ഫേവറബിളി പ്ലേസ്ഡ് ഉണ്ട്, പക്ഷേ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. 2027 എൻഡ് ബെറ്റർ പീരീഡ് ഉണ്ട് കമ്മിറ്റ്മെൻറ്റിന്. ട്രസ്റ്റ് വെച്ചിരിക്കണം. അതായത് ഈ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ ശരിയാവും, 4 മാസം കഴിഞ്ഞ് ശരിയാവും എന്ന് പറയുന്ന പോലെ ഒരു സമയം അങ്ങോട്ട് തള്ളി നീക്കുകയാണ്. അപ്പോൾ അത്രയും നാൾ ഞാൻ ഇവരുടെ സബ്സ്ക്രൈബറായി ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുത്ത് ശരിയാവുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വിവരം ഒന്ന് അറിയാൻ തോന്നിയത്. ഹൗസ് മൈ ഡാഡ്സ് ഹെൽത്ത് നൗ എന്ന് ചോദിച്ചപ്പോൾ ഫാദർ ഹെൽത്ത് കറൻ്റ്ലി സ്റ്റേബിൾ ഉണ്ട് ഉണ്ണി. ജൂപ്പിറ്റർ പ്രൊട്ടക്ഷൻ സ്ട്രോങ് ആണ്. മൈനർ ഇഷ്യൂസ് വരണം, പക്ഷേ സീരിയസ് ആയി ഒന്നുമില്ല. റെഗുലർ ചെക്കപ്പ് കണ്ടിന്യൂ ചെയ്യൂ എന്നാണ്. 16 കൊല്ലം മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. ഹീ ഡൈഡ് 16 years ago എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട മോൾന്ന്, ഞാൻ കുറച്ച് മുമ്പ് മെയിലാണ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്നോട് വിഷമിക്കേണ്ട മോൾ, ഡിപ്പാർട്ടഡ് സോൾ എനർജി ഉണ്ട് സ്ട്രോങ്ലി, അച്ഛൻ പ്രൊട്ടക്ഷൻ ഓൾവേസ് കൊടുക്കുന്നു, എബവ് സേ ഫീൽ ആകുന്നു സംടൈംസ് അവരുടെ പ്രസൻസ്. എബവ് സേ എന്ന് ഉദ്ദേശിച്ചത് മുകളിൽ നിന്നും എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അച്ഛൻ്റെ പ്രസൻസ് ഫീൽ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതാണ്, അച്ഛൻ മരിച്ചതാണെങ്കിൽ അച്ഛൻ്റെ പ്രസൻസ് ഉണ്ട്, അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒരു 36 വയസ്സുള്ള ആളാണ് ഞാൻ. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ മൈനർ ഹെൽത്ത് ഇഷ്യൂസ് എങ്കിലും ഉണ്ടാവും.
ഇതിനൊക്കെ കോമൺ സെൻസ് പോരെ. പക്ഷേ ഇതൊക്കെ പറയാൻ ഇവർ നമ്മുടെ ഇന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യൂ എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടിട്ട പൈസയിൽ ഇനി കുറച്ച് മിച്ചമുണ്ട്. അത് പക്ഷേ അവർ ഇവരുടെ വാലറ്റിൽ തന്നെ വെക്കുള്ളൂ. ഞാൻ കൂടുതൽ പൈസ ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ മറ്റൊരു ആസ്ട്രോളജറോട് സംസാരിക്കാമെന്നാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തമാശയ്ക്ക് ഇതുപോലത്തെ മെസ്സേജ് ഞാനും ശ്രുതിയും ഈ കാര്യമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ചിരിച്ചു. നല്ല രസമുണ്ട് ആലോചിച്ച് ചിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആലോചിച്ച് ചിരിക്കാൻ കൂട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ചിലവാക്കി നമ്മൾ ഗെയിം കളിക്കാൻ പോകുമ്പോൾ 500 കൊടുത്ത് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു 100-200 രൂപ മുടക്കിയിട്ട് ചുമ്മാ തമാശയ്ക്ക് വേണ്ടി ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് സീരിയസ് ആയി നിങ്ങളിതിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ക്വാളിഫൈഡ് അല്ലാത്ത ചില ജോലികൾ ഇവർ ഇതിൻ്റെ ഇടയിൽ കൂടി സൈഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും ഡോക്ടറുടെയും ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെയും അങ്ങനെ ഒരുപാട് റോളുകൾ. ആക്ച്വലി അതത്ര നല്ല കാര്യമല്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത് ഈ സെലിബ്രിറ്റീസിനെ കുറിച്ചാണ്. മമത മോഹൻദാസ് പറഞ്ഞത് നമ്മൾ കേട്ടു, അപർണ ബാലമുരളി പറഞ്ഞത് കേട്ടു, അമല പോൾ പറഞ്ഞത് കേട്ടു. ഇതൊന്നും പോരാഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും സിനിമാ താരങ്ങളിൽ പ്രിയാമണി അടക്കമുള്ള ആളുകളും ഈ ആസ്ട്രോടോക്കിന് വേണ്ടി പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്, വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഒക്കെ കാരണം അവർ ആസ്ട്രോടോക്കിൽ നിന്ന് എന്ത് കുഴിച്ചെടുത്തു എന്നുള്ളതല്ല. അവരവരുടെ ജീവിതത്തിൽ അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഹാർഡ് വർക്കിലൂടെ നമ്മുടെയൊക്കെ സ്നേഹം നേടിയെടുത്തതാണ്, നമ്മുടെ വിശ്വാസ്യത നേടിയെടുത്തതാണ്. അപർണ ബാലമുരളി എത്ര ഗംഭീര പ്രകടനം നടത്തുന്നു, എത്രത്തോളം അവർ സാമ്പത്തികമായും അല്ലാതെ ഒക്കെ അവരുടെ ജീവിതത്തിൽ വിജയിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ ഹാർഡ് വർക്കിലൂടെ അവരുടെ കഴിവിലൂടെ അവർ നേടിയെടുത്തതെന്നാണ്. ആ സ്നേഹവും ബഹുമാനവും എപ്പോഴും ഉണ്ട്. പക്ഷേ അതിനൊക്കെ കാരണം ആസ്ട്രോടോക്കാണ് എന്നവർ പറയുമ്പോൾ അത് ഇപ്പോൾ പ്രിയാമണിയെ പോലൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണ്, ഒരു ജ്യോതിഷി പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ കറക്റ്റ് ആവൂ എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ മുതലെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളും വളരെ കൂടുതലാണ്. അത്തരം ചതിക്കുഴികളിലേക്ക് ആളുകളെ വലിച്ചിടുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ തെറ്റായ പരസ്യ ചിത്രങ്ങളിലെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നതിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമത മോഹൻദാസിനെ പോലെ അവരൊരു ക്യാൻസർ സർവൈവറാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ മരണത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മഹാരോഗത്തിനോട് പടപൊരുതി തിരിച്ചു വന്ന ആളാണ്. ഒന്നിലധികം തവണ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ, അത്രയും സ്നേഹവും വിശ്വാസവും ആർജിച്ചെടുത്തിട്ടുള്ള ഒരാൾ ആളുകളോട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക എന്ന് പറയുന്നത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അമല പോൾ പണ്ട് എൻ്റെ ഫ്രണ്ട് റിയ പറഞ്ഞു സോപ്പ് തേച്ച് കഴിയാൻ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ സോപ്പ് തേച്ച് പിന്നീട് സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് വരെ എത്തി. ഇപ്പോൾ അമല പോൾ പറയുന്നു പൈസ എങ്ങനെ വരുമെന്നും എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ ആസ്ട്രോടോക്ക് പറഞ്ഞു തരുമെന്ന്. ഇതിപ്പോൾ സിനിമക്കാരെ സിനിമയിൽ കാണാൻ കൊള്ളാം, പക്ഷേ അതല്ലാതെ അവർ പറയുന്നതൊന്നും വിശ്വസിക്കരുതേ എന്ന് നാട്ടുകാർക്ക് പരസ്പരം പറയാൻ തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ചാറ്റ് ബോക്സിലേക്കും കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം, ഒരു ചെറിയ പഠനമെങ്കിലും നടത്തിയിട്ടുണ്ടാവണം. ഇത്തരം ചാറ്റ് ബോക്സുകളിൽ നമ്മളെ കാത്തിരിക്കുന്ന എല്ലാവരും നമ്മളെ അങ്ങ് സ്നേഹിച്ച് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊന്നുമല്ല. നമ്മൾ ചതിക്കുഴികളിൽ പെടാതെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാമെന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ആവശ്യമാണ്, നമ്മളുടെ മാത്രം ആവശ്യമാണ്. ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നോമി കാഷായ വസ്ത്രം അഴിച്ചു വെക്കുകയാണ്. ഇപ്പോഴല്ല കേട്ടോ, ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് ആവശ്യമാകുമ്പോൾ അതത് ക്വാളിഫൈഡ് പ്രൊഫഷണൽസിനെ മാത്രം സമീപിക്കുക, ഉപദേശങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.